إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم ويتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഇഖ്ലാസുള്ള തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ സുപ്രധാനമായ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ചേർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മൾ ഒന്നാമതായി പറയും. രണ്ട് ഷഹാദത്തുകൾ അത് ശരിയായെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയുടെ ജീവിതം അത് ധന്യപൂർവമാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് 5 നേരം പള്ളിമിനാരങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ബാങ്കൊലികളിലെ
ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള എന്നതാണ്. ഷഹാദത്തിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉരുവിട്ട് രണ്ടാമതായി നാം പറയുന്ന വാചകമാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ ഒന്നാണ് മഹാനായ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുവാൻ കഴിയുന്നു എന്നത്. ആ പ്രവാചകന്റെ സ്വഭാവമാകട്ടെ, സൃഷ്ടിപ്പാകട്ടെ, ആ പ്രവാചകന്റെ ഫضലാകട്ടെ, ശ്രേഷ്ഠതയാകട്ടെ, എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അനുഗ്രഹമായി നമ്മൾ കാണാം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിലേക്ക് അത്ര കണ്ട് പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ സംബന്ധിച്ച് ഒരുപാട് ഗുണവിശേഷണങ്ങൾ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നതും. ഒരു വിശ്വാസിയുടെ ഈമാൻ അത് പൂർണ്ണമാകണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവന് സ്നേഹിക്കാൻ കഴിയണമെന്ന്. പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുസ്ലിം ആവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കാത്തവൻ മുഅ്മിനാവുകയില്ല. പ്രവാചക സ്നേഹം എന്നത് ഏതെങ്കിലും ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില മാസങ്ങളിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നായിട്ടല്ല ഒരു മുസ്ലിം കാണേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാൾ, തന്റെ മക്കളെക്കാൾ, ദുനിയാവിലെ ഏത് മനുഷ്യരുണ്ടോ ആ മനുഷ്യരെക്കാൾ എല്ലാം പ്രിയപ്പെട്ടവനായി ഒരു വിശ്വാസിക്ക് ഞാനാകുന്നതുവരെ, ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നതുവരെ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദുനിയാവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ പ്രിയപ്പെട്ടവരാകുമ്പോൾ അതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട, നമ്മൾ കാണാത്ത ആ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു നിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് നിഅമത്തായി, മിന്നത്തായി, അനുഗ്രഹമായി, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം, മനുഷ്യരെ ആ പ്രവാചകൻ തസ്കിയത്ത് നടത്തി, അവരെ സംസ്കാരത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി പ്രേരിപ്പിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും മനുഷ്യനെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ കലാമോദി, പ്രവാചകന്റെ വചനങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഏതൊരു വഹീനെയും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നു. അതിനു മുമ്പ് ആ മനുഷ്യർ ജീവിച്ചിരുന്നത് വ്യക്തമായ വഴികേടിലായിരുന്നു. പ്രവാചകൻ വരുന്നതുവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതുവരെ ജാഹിലിയത്തിന്റെ അജ്ഞതയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകൾ കൊണ്ട്, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൊണ്ട് ഏറ്റവും മനോഹരമായ നിലയിലേക്ക് പ്രവാചകൻ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ്. അത് അള്ളാഹു നൽകിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വ്യക്തമായ വഴികേടിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിനെ, ഒരു ജനതയെ, ഒരു ഇരുട്ടിൽ നിന്ന് എപ്രകാരമാണോ ഒരു മനുഷ്യൻ പ്രകാശത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു കൂരിൽ നിറഞ്ഞ ഒരു മുറിയിലേക്ക് എപ്രകാരമാണോ വെളിച്ചം കടന്നു വരുന്നത്, അതുപോലെ മനുഷ്യരുടെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
കടന്നു വന്നുവെന്നാണ്. അപ്പൊ പ്രകാശത്തിന്റെ കിരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. ജാഹിലിയത്തിനെ പ്രവാചകൻ മാറ്റിയെടുത്തു. എത്ര വർഷം കൊണ്ട്? 23 വർഷത്തെ കഠിനമായ അധ്വാനം കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകൾ ഓതി പഠിപ്പിച്ച് മനുഷ്യരെ മാറ്റിയെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ കലാം ഓതിയിട്ടാണ് പ്രവാചകൻ മാറ്റിയത്. മാനവരാശിക്ക് മുഴുവനും ആ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അള്ളാഹുവിന്റെ റസൂല് കാരുണ്യമാണ്. വാചികമായ സ്നേഹങ്ങൾക്കപ്പുറത്ത് ആ റസൂലിനെ സ്നേഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നതായി കാണാൻ പറ്റും. പ്രവാചകനെ ഇങ്ങനെ അള്ളാഹു പുകഴ്ത്തുന്നതായി കാണാൻ പറ്റും. ഇത് ഖുർആനും സുന്നത്തും കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുക എന്നത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ പ്രവാചകൻ, താങ്കൾ ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. പ്രവാചകനാണ് ഏറ്റവും മനോഹരമായ സ്വഭാവമുള്ളത് എന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്യുകയാണ്. പ്രവാചകനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്വഭാവം ഒരു മനുഷ്യനെ നോക്കിക്കണ്ട് പഠിക്കാൻ ഏറ്റവും പ്രധാനിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത് ആ പ്രവാചകനിൽ നിങ്ങൾക്ക് എടുക്കേണ്ടത് എടുക്കാം. ആ പ്രവാചകൻ എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചു അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. വീണ്ടും അല്ലാഹു പറഞ്ഞു, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആ പ്രവാചകൻ തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ വഹി കൊണ്ടാണ് ആ പ്രവാചകൻ സംസാരിച്ചത്. പ്രവാചകന്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും പ്രവാചകന്റെ അധ്യാപനങ്ങളെ കേട്ടിരുന്നു സ്വഹാബത്ത്. അള്ളാഹുവിന്റെ വഹിയായി കേൾക്കുന്ന കാര്യങ്ങളെ നെഞ്ചോട് ഏറ്റെടുത്തിരുന്നു. ആ പ്രവാചകനെ അവർ സ്നേഹിച്ചത് അങ്ങനെയാണ്. പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റാൻ ഒരു ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തിന്? അള്ളാഹുവിന്റെ വഹി ആ പ്രവാചകൻ സംസാരിക്കുന്നു എന്നതുകൊണ്ട്. അത് അള്ളാഹു പുകഴ്ത്തിയതാണ്, പ്രവാചകനെ മദ്ഹ് ചെയ്തതാണ്. വീണ്ടും കാണാം അള്ളാഹു പറയുന്നത്, അലം നശ്റഹ് ലക സുദ്റക്, അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് നാം ഹൃദയ വിശാലത നൽകിയില്ലയോ? അത്ര മനോഹരമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ അത്ര വിശാലത ലോകത്തൊരു മനുഷ്യനുമില്ല എന്ന്. അലം നശ്റഹ് ലക സുദ്റക്, താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ? പ്രവാചകന്റെ ഹൃദയ വിശാലതയെ സംബന്ധിച്ച് നമ്മൾ വാചികമായും പ്രവാചകന്റെ കർമ്മങ്ങളിലുമെല്ലാം നമ്മൾ ധാരാളമായി കാണുകയാണ്, വായിക്കുകയാണ്. സ്വഹാബത്തിനോട് പ്രവാചകൻ പെരുമാറിയത്, പ്രവാചകന്റെ ഭാര്യമാരോടുള്ള പെരുമാറ്റം, പ്രവാചകന്റെ ചുറ്റുമുള്ള മനുഷ്യരോടുള്ള പെരുമാറ്റം, അവിശ്വാസികളായ മനുഷ്യരോടുള്ള പ്രവാചകന്റെ പെരുമാറ്റം എല്ലാം വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു. വീണ്ടും അല്ലാഹു പറഞ്ഞു, വബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അല്ലയോ പ്രവാചകരെ, താങ്കൾ മനുഷ്യരോടല്ല മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളോട് റഊഫുർ റഹീം, പൊറുക്കുന്നവനും കാരുണ്യം കാണിക്കുന്നവനുമാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു, വറഫഅനാ ലക ദിക്റക്, നാം താങ്കളെ സംബന്ധിച്ച്, താങ്കളുടെ സ്മരണയെ സംബന്ധിച്ച് ധാരാളമായി ഉയർത്തിയിട്ടുണ്ട്, താങ്കളുടെ സ്ഥാനം ഉയർന്നു നിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അങ്ങനെ ആ പ്രവാചകനെ മനോഹരമായി ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്, പ്രവാചകനെ മദ്ഹ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ മാത്രം സ്വഭാവ സവിശേഷതകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഉയർന്നു നിൽക്കുന്ന പ്രവാചകനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. നമ്മൾ പറയുന്ന വാചകങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ജീവിത ശൈലികളെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആയാൽ പ്രിയമുള്ളവരെ, പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ പിൻപറ്റണം. വമാ നഹാകും അൻഹു ഫന്തഹു, നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചുവോ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് എന്തൊരു കാര്യമാണോ ദീനിന്റെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചത് അതെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് അതിന് എനിക്ക് കൂലി കിട്ടണമെന്ന ആഗ്രഹത്താൽ, അല്ലെ, ഏതൊരു നിമിഷവും അങ്ങനെയാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഉണരാൻ കഴിയുന്നു, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉറങ്ങാൻ കഴിയുന്നു. അങ്ങനെ ഏതൊരു സാഹചര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായാൽ
അള്ളാഹുവിന്റെ വചനം പറഞ്ഞതുപോലെ അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ഫഖുദൂഹു, നിങ്ങൾ എടുക്കണം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ നന്മകളെ. വമാ നഹാക്കും അൻഹു ഫന്തഹു, അള്ളാഹിന്റെ റസൂൽ വിരോധിച്ച കാര്യങ്ങളുണ്ട്, ഹറാമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, അനുവദിക്കാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ റസൂൽ നമ്മളെ വിലക്കിയോ അതിൽ നിന്നെല്ലാം എനിക്ക് നിങ്ങൾക്കും വിട്ടു നിൽക്കാൻ കഴിയണമെന്നാണ്. അപ്പൊ പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഏതുവരെ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു മുള്ള്, ഒരു കല്ല് എടുത്തു മാറ്റുന്നതിന് പോലും അത് പ്രവാചക ചര്യയാണ്. വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നു, വഴിയിലൊരു അപകടം കാണുന്നു, അതിനെ എടുത്ത് നീക്കം ചെയ്യുന്നു. ഒരു ചെറിയ കല്ല് മതി ഒരു മനുഷ്യൻ മറിഞ്ഞു വീണ് അയാൾക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അത് പാടില്ല എന്ന് മനസ്സിലാക്കി. ഇത് റസൂൽ എന്ന് പഠിപ്പിച്ചത്, വേറെ ആരും കാണാൻ വേണ്ടിയല്ല, അള്ളാന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഴിയിൽ നിന്ന് ഇമാത്തത്തുൽ അദാ അനി തുരീഖി സ്വദഖ, വഴിയിൽ നിന്ന് ഒരു പ്രയാസം നീക്കൽ ഇത് സ്വദഖയിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ പ്രവാചകനെ എനിക്ക് നിങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയും. ഇപ്പം ദുനിയാവിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ തടസ്സങ്ങൾ പലവിധമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകാം. പല തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വരും. പ്രവാചകന്റെ ദീനെ ഉൾക്കൊള്ളുമ്പോൾ, താടി വളർത്തുമ്പോൾ, കണങ്കാലിന് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴൊക്കെ പല പ്രതിസന്ധികളും നമുക്ക് മുന്നിൽ വന്നു എന്ന് വരാം. നമ്മുടെ ഭക്ഷണ മര്യാദകൾ മുതൽ ഏതുവരെ ഒരു വലിയൊരു സദസ്സ്, അവിടെ ഇപ്രകാരമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില സദസ്സുകളിൽ എത്തിയാൽ പലർക്കും അതെല്ലാം ഇങ്ങനെ മറന്നുപോകും. അല്ലെങ്കിൽ അത് ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും, എങ്ങനെയാണ് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, പ്രവാചക ചര്യയെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ആ സുന്നത്തിനെ നമ്മൾ വെടിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനെ നിഷേധിക്കലാണ്. അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയെ ഉൾക്കൊള്ളാനുള്ള മാനസികമായ പ്രയാസമാണ് നമ്മളിൽ വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളാണ് മാറേണ്ടത്. ആരും ഒന്നും വിചാരിക്കൂല. വലത് കൈ കൊണ്ട് പക്ഷെ അവസാനമായി ആദ്യം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ അവസാനം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഒരു അല്പം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കണം. ഇതൊക്കെ നബിചര്യകളിൽ പെട്ടതാണ്. ആ ഇടയിൽ വെള്ളം കുടിക്കുക എന്നത് പോലും എന്താണ്, നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് എങ്കിൽ മാത്രമാണ് അതൊക്കെ അനുവദനീയമായി തീരും. മറിച്ച് സുന്നത്തായി വരുന്ന രംഗങ്ങൾ എങ്ങനെ, ഒന്നുകിൽ ആദ്യം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അവസാന ഭാഗത്ത് വെള്ളം കുടിക്കുക. അപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ കുടിക്കുന്ന നമ്മുടെ ഗ്ലാസുകളിൽ എച്ചിലാകാതെ തന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ കഴിയുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ടേബിൾ മാനേഴ്സിന്റെ പേരിലേക്ക് പലപ്പോഴും ചില സുന്നത്തുകൾ നമ്മൾ ഗൗരവമായി കാണേണ്ട സുന്നത്തുകൾ പോലും നമ്മൾ മാറ്റിവെക്കുന്ന രംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല നമ്മുടെ താടി രോമങ്ങൾ എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിട്ടേക്കാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ മുഅക്കദായി പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ ചര്യയായി സ്വീകരിക്കുമ്പോൾ അതിന് വലിയ പുണ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് ആ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ കഴിയേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله من أمره والله لا يهدي القوم الفاسقين. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ, കുല്ലിങ്കാന ആബാഉക്കും വഅബ്നാഉക്കും നിങ്ങളുടെ മക്കളാകട്ടെ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ, വഅസ്വാജുക്കും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഇണകളാകട്ടെ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ആളുകളാകട്ടെ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സമ്പാദ്യങ്ങളാകട്ടെ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നിങ്ങൾക്ക് നഷ്ടം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളാകട്ടെ, വമസാകിന തർലൗനഹാ നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളാകട്ടെ, നിങ്ങളുടെ വീടുകളാകട്ടെ, ഭവനങ്ങളാകട്ടെ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് അതെല്ലാം പ്രിയപ്പെട്ടതായി മാറുന്നുണ്ട് എങ്കിൽ, വജിഹാദുൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനേക്കാൾ നിങ്ങൾക്ക് അതെല്ലാം പ്രിയപ്പെട്ടതാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു മിൻ അംരിഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്നതിനെ സംബന്ധിച്ചുള്ള കൽപ്പന നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന്. എത്ര ഗൗരവമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ
തെമ്മാടികളായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തി. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. ഇപ്പറഞ്ഞ മേൽപ്പറഞ്ഞ നമ്മുടെ കച്ചവടങ്ങളാകട്ടെ, നമ്മുടെ കുടുംബങ്ങളാകട്ടെ, നമ്മുടെ വീടുകളാകട്ടെ, എല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം അള്ളാഹിനെയും റസൂലിനെയും സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ശിക്ഷ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ഈമാനികമായി ഏറ്റവും പ്രിയപ്പെട്ടതായി കാണേണ്ടവരിൽ ഏറ്റവും സുപ്രധാനിയായ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും വിട്ടൊരുവൻ മേൽ പറഞ്ഞവർക്ക് പ്രാധാന്യം നൽകിയാൽ അയാൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മേൽ പറഞ്ഞവയെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അവയെല്ലാം ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി അള്ളാഹുവും റസൂലും മുകളിൽ വരണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ കൈകെട്ടുമ്പോൾ എല്ലാം നമ്മൾ മാറ്റിവെക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് പ്രവാചകന്റെ ചര്യകളെ ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ വലിയ ഓഫറുകൾ അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്ത് ആലി ഇംറാനിലൂടെ 31-ാമത്തെ വചനം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനെ സ്വീകരിച്ചാലോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങൾ പൊറുക്കാനാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാനാണ്. അപ്പൊ അങ്ങനെ ചര്യകൾ സ്വീകരിക്കാൻ കഴിയണം. വലത് കൈയിൽ ഭക്ഷണം കഴിക്കുന്നു, വലത് കൈയിലേക്ക് വസ്ത്രങ്ങൾ അണിയുന്നു, ആദ്യമായി വലത് കാലിൽ ചെരുപ്പ് ധരിക്കുന്നു. എല്ലാം നന്മയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ അള്ളാഹിന്റെ ദൂതനെ നമ്മൾ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു തന്ന് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. രാവിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്നത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അതിനെന്ത് വേണം? റസൂലിന്റെ ചര്യകളെ നമ്മൾ ചേർത്ത് വെക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എനിക്ക് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുന്ന്. എനിക്ക് ദുനിയാവിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ എനിക്ക് എന്നെ കഴിഞ്ഞാൽ അങ്ങയോടാണ് എനിക്ക് ഏറ്റവും വലിയ മഹബ്ബത്തുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നല്ല പറഞ്ഞു. റസൂലുള്ളാഹി തിരുത്തി കൊടുത്തു. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ് സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക യാ ഉമർ, അല്ലയോ ഉമറേ, താങ്കളെക്കാളും പ്രിയപ്പെട്ടവനായി ഞാനായി തീരണം, അപ്പോഴേ താങ്കൾ മുഅ്മിനാവുകയുള്ളൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നൊന്നും ചോദിച്ചില്ല. പിന്നീട് ഒരു പ്രവാചകന്റെ വചനങ്ങൾക്ക് റദ്ദൊന്നുമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചത്? ഞാനല്ലേ ഏറ്റവും പ്രിയപ്പെട്ടതാവേണ്ടതെന്നൊരു ചോദ്യമില്ല റസൂലിന്റെ അടുക്കൽ. ഉടനെ തന്നെ അദ്ദേഹം തിരുത്തുകയാണ്, വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവാണ് സത്യം, എനിക്ക് എന്നെക്കാളും ഏറെ പ്രിയപ്പെട്ടത് അവിടുന്ന് തന്നെയാണ് റസൂലേ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അൽ ആന യാ ഉമർ, അല്ലയോ ഉമറേ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർത്തിയായത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് താങ്കൾ പറഞ്ഞ വാചകം അത് ശരിയായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തു. അല്ലെങ്കിൽ ആ വാചകത്തിനെ കൃത്യമായി പഠിപ്പിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി റസൂലിന്റെ ചര്യകളാകണം. നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ല, നമ്മൾ റസൂലിന്റെ അടുക്കൽ ഇരുന്നിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ വ്യക്തിത്വമാണ്. സ്വന്തത്തിനു വേണ്ടി സുജൂദിൽ കിടക്കുന്നതിനേക്കാളേറെ റസൂലുള്ളാഹി നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ സുജൂദിന് കിടക്കുമെന്നാണ്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ.
നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. അത്ര കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രവാചകനെ ഞാൻ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹവും അത് നിഷ്കളങ്കമായി തീരുക വഴി മാത്രമേ പ്രവാചക സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുഴുവനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള കോപ്രായങ്ങളും കാട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മുഅ്മിൻ എത്തിപ്പെടാൻ പാടില്ല. വളരെ നേരത്തെ തന്നെ പല ആഘോഷങ്ങളുടെ പ്ലാനിങ്ങുകൾ നടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇട്ടതിനേക്കാൾ എത്ര കണ്ട് ലൈറ്റുകൾ കൂടുതലായി ഇടാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ആളുകളുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ഒരു സ്വതക്ക ചെയ്യാനല്ല, മറിച്ച് ആഡംബരങ്ങൾ കാണിക്കാൻ, വഴിയാത്രകളിൽ ആളുകളെ തടസ്സപ്പെടുത്താൻ, പ്രയാസപ്പെടുത്താൻ, പ്രവാചകന്റെ മദ്ഹ് എന്ന പേരിലുള്ള വാചകങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മദ്ഹിന്റെ രൂപത്തിലുള്ള പാട്ടുകൾ പാടി പ്രയാസപ്പെടുത്തി ആളുകളെ പ്രയാസപ്പെടുത്തി, അല്ലെങ്കിൽ ശിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന വരികൾ പാടി ഇങ്ങനെ അപകടങ്ങൾ പിടിച്ച വാചകങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ ചര്യകൾ ഉൾക്കൊണ്ടുകൊള്ളാൻ. സ്വഹാബത്ത് പ്രവാചകനെ നേരിൽ കണ്ടു മറിഞ്ഞും അരികിൽ അണഞ്ഞും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുംബനങ്ങൾ നൽകിയും എല്ലാം പ്രവാചകന്റെ അരികിൽ അണഞ്ഞ് സ്വഹാബത്ത് സ്നേഹിച്ചവര്. എന്നാൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ കണ്ടിട്ടില്ലെങ്കിലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, പറഞ്ഞതുപോലെ പ്രവാചകന്റെ ഖൗലുകളെ, പ്രവാചകന്റെ ഫിഅലുകളെ, പ്രവാചകൻ മൗനമായി അനുവദിച്ച കാര്യങ്ങളെ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാകണം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് ഈമാനികമായി വലിയ സാധ്യതകൾ ഉള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവുക. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ സ്വീകരിക്കാതെ നമ്മൾ ജീവിച്ചാലോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അന്ന് അക്രമകാരികളായ മനുഷ്യന്മാർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിരൽ കടിച്ചു നിൽക്കുന്ന നിമിഷം. എന്താണ് അവർ വിരൽ കടിക്കാനുള്ള കാരണം? യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അവൻ പറയുമത്രേ, ഞാൻ എന്റെ പ്രവാചകനെ റസൂലായി കണ്ട് ആ പ്രവാചകനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ആ പ്രവാചകന്റെ വഴിയെ നടന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്റെ മനുഷ്യന്മാരെ സുഹൃത്തുക്കളായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്ന മനുഷ്യനെ സുഹൃത്തായി സ്വീകരിച്ചത് എന്നെ അപകടപ്പെടുത്തി, മറിച്ച് ഞാൻ എന്റെ റസൂലിന്റെ വഴിയെ നടന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് വിരൽ കടിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച്, നാളെ പരലോകത്ത് നഷ്ടം വരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് പ്രവാചകന്റെ മാർഗം നമുക്ക് ഏറ്റവും മുഹബ്ബത്തുള്ളതാകണം, പ്രിയമുള്ളതാകണം. കേവലമായ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട പ്രവാചക സ്നേഹമല്ല, മറിച്ച് കർമ്മരംഗങ്ങളിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ കഴിയണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ സ്നേഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആമുഖമെന്നോണം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ നമ്മൾ പ്രവാചക സ്നേഹത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചതിനെ സംബന്ധിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പുതുക്കി കഴിയുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഓരോ പൗരനും എന്ന നിലയിൽ നമുക്കേവർക്കും ഈ രാജ്യത്തോട് കടമകളുണ്ട്. പൗരന്റെ അവകാശങ്ങളെ ഹനിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോഴും രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പോലും കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ തിരിച്ചറിയുമ്പോൾ
ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നശിപ്പിക്കുന്ന വർഗീയതയ്ക്ക് എതിരെയുള്ള ശബ്ദം അത് ഒരു തൂലികയായി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളായി എല്ലാം നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ സദാസമയവും നിറഞ്ഞു നിൽക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പ്രബോധനത്തിന് ഈ നാട് എത്ര കണ്ട് നമ്മളുമായി സഹകരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളവരാണ്. ഈ ആദർശം പറയുവാനും നമുക്ക് ഈ പള്ളികളിൽ ഇരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എപ്രകാരം നമുക്ക് ലഭിക്കുന്നുവോ അതുകൊണ്ട് തന്നെ നിർഭയത്വത്തോടു കൂടി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നുവോ ആ സമയത്തെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാടിനോട് കൂറും സ്നേഹവുമെല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. നിർഭയത്വത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരിൽ മുഅ്മിനുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂട്ടായി നമ്മൾ അതിനൊപ്പം സഞ്ചരിക്കണമെന്ന് കൂടെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാട് മക്കയായി കണ്ട് പ്രവാചകൻ ഏറെ ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക. ആ പ്രബോധനത്തിന് തടസ്സം വന്ന് അവിടുന്ന് എപ്രകാരമാണോ ആ നാട്ടിൽ നിന്ന് പ്രവാചകനെ പുറത്താക്കുന്നത്, ആ സന്ദർഭം വരെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും പ്രവാചകൻ മക്കയെ സ്നേഹിച്ചതായി നമുക്ക് കാണാൻ കഴിയും. താൻ ജനിച്ച നാട്, താൻ ജനിച്ച മണ്ണ്, അതിനോടെല്ലാം മഹബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. മക്ക വിടുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന വാചകം എങ്ങനെയാണ്? വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാ, അല്ലയോ മക്ക, നീയാണ് ദുനിയാവിലെ എനിക്ക് ഏറ്റവും ഖൈറായ മണ്ണ് എന്നത്. വഹബ്ബു അർദില്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട മണ്ണും നീയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിങ്കി മാ ഖറജതു, ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് സംസാരിക്കുന്ന സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്ക എന്ന് വിളിക്കുമ്പോൾ, അതിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് വിട്ട് മദീന എന്ന മണ്ണിലേക്ക് പ്രവാചകൻ ഹിജ്റ പോകുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കേണ്ടവരാണ്. ആ നാടിനോട് ഇഷ്ടം അത് കൃത്യമായി നിലനിർത്തേണ്ട ആളുകളാണ്. അങ്ങനെ ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മളോട് വിളിച്ചോതുന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദാറുൽ അർക്കം എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മിമ്പറിന് ചുവട്ടിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു. ദാറുൽ അർക്കം ദീനി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന വ്യത്യസ്ത നാടുകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ മറുനാടായ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരെ മക്കൾ വന്ന് ദീന് പഠിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 17-ാം തീയതി ഈ ഒരു ദീനിയായ സദസ്സ് അവിടെ ഒരുങ്ങുന്നുണ്ട്. നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിലേക്ക് നമ്മൾ ഏവരും നമ്മളാ കഴിയുന്ന ഒരു സംഭാവന നൽകുകയും അതോടൊപ്പം നമ്മൾ ആർക്കെല്ലാം എത്താൻ കഴിയുമോ, നമ്മുടെ മക്കൾ അങ്ങനെ ദീന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആ സ്ഥാപനമൊക്കെ ഒന്ന് പോയി കണ്ട് എൻ്റെ കുട്ടിക്ക് അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് എന്ന് മനസ്സിലാക്കി ദീനിന്റെ വിഷയങ്ങളിൽ നമ്മുടെ മക്കൾ എത്ര കണ്ട് അറിവ് നേടുന്നുവോ അതെല്ലാം നമ്മുടെ നാളെ ഖബറിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നാളെ പരലോകത്ത് ഉപകരിക്കുന്നതായി മാറുമെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണമെന്നാണ് ഉറപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് പുറത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാവന നൽകുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. അതോടൊപ്പം ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനുള്ള അവസരവും ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.